5 തവണ IPL കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ ദയനീയ പ്രകടനമായിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ച സീസണിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2025 സീസണിൽ ശക്തമായ തിരിച്ചുവരവാണ് ടീമിന്റെ ലക്ഷ്യം. അതിനായി ഒരു വമ്പൻ ടീമിനെ തന്നെ ഫ്രാഞ്ചൈസി സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത്തവണത്തെ മെഗാ താരലേലം കഴിയുമ്പോൾ ഒരു കിടിലൻ സ്ക്വാഡ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ലേലത്തിന് മുൻപ് 5 സൂപ്പർ താരങ്ങളെ ടീമിൽ നിലനിർത്തിയ മുംബൈ ലേലത്തിൽ ചില കിടിലൻ സൈനിങ്ങുകളും നടത്തി. എന്നാൽ മെഗാ ലേലത്തിൽ നോട്ടമിട്ട ചില കളിക്കാരെ മുംബൈക്ക് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ മുംബൈക്ക് താല്പര്യമുണ്ടായിരുന്നിട്ടും സ്വന്തമാക്കാൻ സാധിക്കാതെ പോയ 3 സൂപ്പർ താരങ്ങളിൽ ഒന്നാമത്തെ താരം ജോഫ്ര ആർച്ചറാണ്. ഇംഗ്ലീഷ് സ്റ്റാർ പേസറായ ജോഫ്ര ആർച്ചറിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇക്കുറി മെഗാ ലേലത്തിന് മുംബൈ ഇന്ത്യൻസ് എത്തിയത്. നേരത്തെ തങ്ങളുടെ താരമായിരുന്ന ആർച്ചർക്ക് വേണ്ടി ശക്തമായ ലേലം വിളിയിൽ മുംബൈ ഏർപ്പെടുകയും ചെയ്തു. ലക്നൌവും മുംബൈയും തമ്മിലായിരുന്നു ആർച്ചർക്ക് വേണ്ടി ആദ്യം മത്സരിച്ചത്. എന്നാൽ പിന്നീട് രാജസ്ഥാൻ റോയൽസ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനുശേഷം രാജസ്ഥാനും മുംബൈയും തമ്മിലായി അംഗം. രാജസ്ഥാൻ ആർച്ചറിനായി 12.5 കോടി വിളിച്ചതോടെ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിനായുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. രണ്ടാമത്തെ താരം ജോഷ് ഹേസൽവുഡാണ്. ഓസ്ട്രേലിയൻ സ്റ്റാർ പേസറായ ജോഷ് ഹേസൽവുഡിനായും മെഗാലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് ശക്തമായ ശ്രമം നടത്തി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായിട്ടാണ് ഹേസൽവുഡിന് വേണ്ടി മുംബൈ മത്സരിച്ചത്. താരത്തിനായി 12.25 കോടി രൂപ വരെ മുംബൈ ലേലം വിളിച്ചു. എന്നാൽ RCB 12.5 കോടിയായി ലേലത്തുക ഉയർത്തിയതോടെ മുംബൈ അവരുടെ നീക്കത്തിൽ നിന്ന് പിന്മാറി. മൂന്നാമത്തെ താരം ക്വിന്റൻ ഡി കോക്ക് ആണ്. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്വിന്റൻ ഡി കോക്കിനെ ടീമിലെത്തിക്കാനും മെഗാലേലത്തിൽ മുംബൈ ഇന്ത്യൻസിന് പദ്ധതികളുണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഓപ്പണിംഗ് പങ്കാളിയായിട്ടാണ് തങ്ങളുടെ മുൻ താരം കൂടിയായിരുന്ന ഡി കോക്കിനെ മുംബൈ നോട്ടമിട്ടത്. 3.4 കോടി രൂപ വരെ ഈ ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരത്തിന് വേണ്ടി മുംബൈ ഇന്ത്യൻസ് ബിഡ് ചെയ്തു. എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3.6 കോടി രൂപയായി ഡി കോക്കിന്റെ വില ഉയർത്തിയതോടെ മുംബൈ അവരുടെ നീക്കത്തിൽ നിന്ന് പിന്മാറി. 2025 സീസൺ IPLലേക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡിൽ ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, തിലക് വർമ്മ, ബെവോൺ ജേക്കബ്സ്, റയാൻ റിക്കിൾട്ടൺ, റോബിൻ മിൻസ്, കൃഷ്ണൻ ശ്രീജിത്ത്, നമൻദിർ, രാജ് ബാവ, വിഘ്നേഷ് പുത്തൂർ, വിൽ ജാക്സ്, മിച്ചൽ സാറ്റ്നർ, ജസ്പ്രീത് ബുംറ, അർജുൻ ടെണ്ടുൽക്കർ, അശ്വിനി കുമാർ, അല്ല ഗസൻഫർ, റീസ് ടോപ്ലെ, ലിസാൻ വില്യംസ്, കിരൺ ശർമ്മ, ട്രെൻ ബോൾട്ട്, ദീപക് ചഹർ, സത്യനാരായണൻ രാജു എന്നിവരാണുള്ളത്. ഇതിൽ നിന്ന് ഏറ്റവും ശക്തമായ പ്ലേയിങ് 11 ആകും മുംബൈ ഇന്ത്യൻസ് IPLൽ ഇറക്കുക.